നമസ്കാരം. ഭരണത്തിലിരിക്കുമ്പോൾ വികസന നായകന്മാരാകുകയും പ്രതിപക്ഷത്തെത്തുമ്പോൾ അതേ വികസന പദ്ധതികൾക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന കപട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം ഭരണകാലത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വലിയ ചടങ്ങുകളോടെ ആഘോഷമാക്കി മാറ്റുകയും അദാനി ഗ്രൂപ്പിനൊപ്പം വേദി പങ്കിട്ട് കയ്യടി വാങ്ങുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വിഴിഞ്ഞത്തിനെതിരെ വലിയ ആവലാതികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി അദാനി പോർട്സിനെതിരെ ദേശാഭിമാനിയിൽ വലിയൊരു ലേഖനം തന്നെ എഴുതിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ. ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ സായുധ സേനകൾ വിഴിഞ്ഞത്ത് സാന്നിധ്യം ഉറപ്പുവരുത്താൻ അഭ്യർത്ഥിച്ചെങ്കിലും അദാനി ഗ്രൂപ്പ് അതിനോട് താൽപര്യമില്ലായ്മ കാണിക്കുകയാണെന്നും സർക്കാർ ഇത് ഗൗരവമായി ശ്രദ്ധിക്കണമെന്നുമാണ് പിണറായിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. കൺസെഷൻ എഗ്രിമെന്റ് ക്ലോസ് നിഷ്കർഷിക്കുന്ന നോൺ ഡിസ്ക്രിമിനേറ്ററി ആക്സസ് എല്ലാവർക്കും ഉറപ്പുവരുത്തണമെന്നും സ്വകാര്യ കമ്പനി കരാർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾ ഭരണത്തിലിരുന്ന ആ നീണ്ട വർഷങ്ങളിൽ ഇല്ലാത്ത എന്ത് സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോഴത്തെ സുതാര്യ ഭരണത്തിൽ പിണറായിക്ക് തോന്നുന്നത് എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ജൂലൈ 1 വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ചില ആശങ്കകൾ സഭയിൽ ഉന്നയിച്ചിരുന്നു എന്നാണ് പിണറായി പറയുന്നത്. അതിനുള്ള മറുപടിയിൽ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതെന്നും പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഓഹരി കൈമാറ്റം സർക്കാരിനെ അദാനി അറിയിച്ചത് സംബന്ധിച്ച് നിശബ്ദത പാലിച്ചെന്നുമാണ് പിണറായിയുടെ ആക്ഷേപം. എന്നാൽ ജൂലൈ 1 തന്നെ അദാനി ഗ്രൂപ്പ് സെബിക്ക് കത്ത് നൽകിയ വിവരം സർക്കാരിനെ അറിയിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പിണറായി ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി കൈമാറ്റം സെബിയെ അറിയിച്ചതിലെ അപാകതയും കരാർ ലംഘനവും താൻ സൂചിപ്പിച്ചതിനെ തുടർന്ന് 3 അദാനി കമ്പനി മറ്റൊരു കത്തുകൂടി നൽകിയതായി മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും എന്നിട്ടും ജൂലൈ 8 വരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് ദുരൂഹമാണെന്നുമാണ് പിണറായിയുടെ വാദം. എന്നാൽ 8-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയം കൃത്യമായി പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. താൻ ജൂലൈ 6 നൽകിയ കത്തിൽ 8-ാം തീയതിയിലെ മന്ത്രിസഭാ തീരുമാനത്തെ സംബന്ധിച്ച് എങ്ങനെ പരാമർശിക്കുമെന്നാണ് പിണറായി ഇപ്പോൾ ചോദിക്കുന്നത്. സർക്കാർ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അതിലും കുറ്റം കണ്ടെത്താനുള്ള പിണറായിയുടെ ഈ വെപ്രാളം ശരിക്കും പരിഹാസ്യമാണ്. വിഴിഞ്ഞത്തേക്ക് MSCക്ക് അദാനി ഗ്രൂപ്പ് വഴി വരാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പിണറായി വിജയൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. തൂത്തുക്കുടി ടെർമിനലിലെ നിക്ഷേപം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് ഈ തടസ്സവാദം ഉന്നയിക്കുന്നത്. കൺസെഷൻ എഗ്രിമെന്റിലെ 5-9 ക്ലോസ് പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിന് 250 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി എടുക്കാൻ അദാനി കമ്പനിക്കോ സഹോദര സ്ഥാപനങ്ങൾക്കോ അധികാരമില്ല. അതുപോലെ 250 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലെ സമീപ തുറമുഖങ്ങളിൽ 25% ഓഹരി ഉടമസ്ഥതയുള്ള കമ്പനിക്കോ വ്യക്തിക്കോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 25% ഓഹരി വാങ്ങാനും അധികാരമില്ല. MSC കമ്പനിക്ക് വിഴിഞ്ഞത്ത് നിന്ന് 187 കിലോമീറ്ററിനകത്ത് തൂത്തുക്കുടിയിൽ ഒരു ടെർമിനലിന്റെ പൂർണ്ണ അവകാശമുള്ളതുകൊണ്ട് തന്നെ MSCയുമായി ഒരു നീക്കുപോക്കിനും അദാനി ഗ്രൂപ്പിന് കഴിയില്ലെന്നാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ വികസനം തങ്ങളുടെ കാലത്ത് മാത്രം നടന്നാൽ മതിയെന്ന കടുംപിടുത്തവും പുതിയ സുതാര്യമായ ബിസിനസ് പങ്കാളിത്തങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം നിയമത്തിന്റെ പേര് പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കുന്നതുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയം. സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ കരാർ ലംഘിച്ചു നടക്കുന്ന ഏകപക്ഷീയമായ ഓഹരി വിൽപ്പന തടയാൻ സർക്കാർ ഏത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും വഴിവിട്ട സൗജന്യങ്ങൾ നൽകി സംസ്ഥാന താൽപര്യം ബലി കഴിക്കരുതെന്നുമാണ് പിണറായി ആവശ്യപ്പെടുന്നത്. സ്വന്തം ഭരണകാലത്ത് അദാനി ഗ്രൂപ്പിന് വേണ്ടി കോടികളുടെ പിഴയിളവുകളും വഴിവിട്ട സപ്ലിമെന്ററി കരാറുകളും ഉണ്ടാക്കിയവർ ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തികച്ചും സുതാര്യമായും ചീഫ് സെക്രട്ടറിയുടെ സമിതിയെ വിളിച്ചും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭയപ്പെടുന്നത് എന്തിനാണ്? ഭരണത്തിലിരുന്നപ്പോൾ നാടിന്റെ വികസനത്തിന് വേണ്ടി അദാനിയെ ചേർത്തു പിടിച്ചവർ പ്രതിപക്ഷത്തെത്തിയപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം കപട രാജ്യസ്നേഹവും സുരക്ഷാവാദങ്ങളും ഉയർത്തുന്നത് തികച്ചും ജനങ്ങളെ കബളിപ്പിക്കാൻ തന്നെയാണ്.